السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تأكلوا أموالكم بينكم بالباطل وتدلوا بها إلى الحكام لتأكلوا فريقا من أموال الناس بالإثم وأنتم تعلمون. صدق الله مولانا العظيم. لعن رسول الله صلى الله عليه وسلم الراشية والمرتشية والرائشة. رواه الإمام أحمد في مسنده. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل ويرى عروق نياطها في نحرها والمخ في تلك العظام النحلي. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചതുപോലെ അഴിമതിയും കൈക്കൂലിയും എന്ന ഒരു വിഷയത്തിൻ്റെ ചർച്ചയിലേക്കാണ് ഇനി നമുക്ക് കടന്ന് ചെല്ലാനുള്ളത്. പരിശുദ്ധ ഇസ്ലാം വരച്ചുകാട്ടിത്തന്ന ഹറാമ് ഹലാലുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരു വിഷയം തന്നെയാണ് അഴിമതിയും കൈക്കൂലിയും. എന്ന് വച്ചാൽ ഇസ്ലാമിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു മേഖലയാണ് ഈ രണ്ട് കുറ്റകൃത്യങ്ങളും. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അഴിമതിയും കൈക്കൂലിയുമൊക്കെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ഇസ്ലാമുമായി അതിന് ബന്ധമൊന്നുമില്ല. സർക്കാർ നിയമങ്ങളിൽ അഴിമതിയും കൈക്കൂലിയും കുറ്റകരമാണ് എങ്കിലും ഇസ്ലാം ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ധാരണ. മരണാനന്തരം നാളെ പടച്ച തമ്പുരാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പടച്ച തമ്പുരാൻ നിസ്കാരത്തിൻ്റെ കണക്ക് ചോദിക്കും, അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കും, നോമ്പിനെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും ഹജ്ജിനെക്കുറിച്ചും അതുപോലെ കുറ്റകൃത്യങ്ങളായ മോഷണത്തെക്കുറിച്ചും പലിശയെക്കുറിച്ചൊക്കെ ചോദിക്കും. പക്ഷേ ഗവൺമെൻറ്റിനോട് ചെയ്യുന്ന കുറ്റമായ അഴിമതി കൈക്കൂലി കാര്യങ്ങളെക്കുറിച്ചൊന്നും അള്ളാഹു ചോദിക്കുകയില്ല എന്ന ഒരു ധാരണ. വാസ്തവത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അജ്ഞതയാണ്, അന്ധതയാണ് ഇത്തരം ചിന്തകൾക്ക് വകവെക്കുന്നത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് പറയുന്നതെന്താണ്, നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളതെന്താണ്? ഓരോ സത്യവിശ്വാസിയോടും വിശ്വാസിനിയോടും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആണിനോടും പെണ്ണിനോടും ഓരോ മെമ്പർമാരോടും അള്ളാഹുവിൻ്റെ ദീൻ കൽപ്പിച്ചിട്ടുള്ളത്
നിങ്ങൾ ഹലാൽ ഏതാണെന്ന് നോക്കണം, ഹറാം ഏതാണെന്ന് നോക്കണം. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് അള്ളാഹു തൃപ്തിപ്പെട്ട അനുവദിച്ച മേഖലകളിലൂടെ നിങ്ങൾ ജീവിക്കണം. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫർള് ഐനാൻ, നിർബന്ധമാണ്. ഇക്കാര്യത്തിൽ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വലബുൽ ഹലാലി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഹലാല് അന്വേഷിക്കുക, അള്ളാഹു അനുവദിച്ചത്, അള്ളാഹു തൃപ്തിപ്പെട്ടത്, നല്ലത് നിങ്ങൾ തേടിപ്പിടിക്കുക എന്നത് ഫരീളത്തുൻ, ഓരോ വ്യക്തിയുടെ മേലിലും മെമ്പറുടെ മേലിലും ഫർള് ഐനാൻ, അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ആണാകട്ടെ പെണ്ണാകട്ടെ നിർബന്ധമായ കാര്യമാണ്. എവിടുന്നെങ്കിലും കിട്ടുന്നത് കന്നാലികൾ വെട്ടിവിഴുങ്ങുന്നത് പോലെ, മൃഗങ്ങള് കുടിക്കുന്നത് പോലെ, അവർ ജീവിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു സത്യവിശ്വാസിയുടെ ജീവിതം, അന്നപാനീയങ്ങൾ. ഹലാല് തേടുക എന്നത് ഓരോരുത്തർക്കും നിർബന്ധമാണ്. മറ്റൊരു ഹദീസ് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, വിജ്ഞാനമാർജിക്കൽ, അറിവ് സമ്പാദിക്കൽ, അറിവ് തേടൽ ഓരോ ആണിനും പെണ്ണിനും നിർബന്ധമാണ്. ഈ രണ്ട് ഹദീസുകൾ ചേർത്താൽ വരുന്ന ഒരു ആശയം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ല ബയാൻ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഹദീസുകളും ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ആശയം ഫത്വലബു ഇൽമിൽ ഹലാലി, ഫത്വലബു ഇൽമിൽ ഹലാലി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഹലാലിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹു ഏതൊക്കെയാണ് നമുക്ക് അലൗഡാക്കി തന്നത്, അനുവദിച്ച് തന്നത്, തൃപ്തിപ്പെട്ട് തന്നത്, അത് വേർതിരിച്ച് അറിയാനാകുന്ന ഒരു അറിവ്, ഒരു ഇൽമ്, അത് സമ്പാദിക്കൽ, അത് കേൾക്കൽ. വെള്ളിയാഴ്ച പള്ളിയിൽ പറയുമ്പോൾ ഉറങ്ങി തൂങ്ങാതെ കേൾക്കൽ, മുസ്ലിയാർക്ക് വേറെന്തൊക്കെ പറയാണ്ട് എന്താ ഇത് പറയുന്നു എന്ന് ചിന്തിക്കാതെ ചെവി കൂർപ്പിച്ച് മനസ്സ് തുറന്നു വെച്ച് കേട്ടു പഠിക്കൽ. ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ എന്നാണ് ഈ രണ്ട് ഹദീസുകളും ചേർത്താൽ കിട്ടുന്ന ആശയം എന്ന് ഇമാം ഗസാലി റഹിമഹുല്ല പറയുന്നു. എന്തിനാണ് ഈ സമയത്ത്, അനുഗ്രഹീതമായ ഇത്തരം സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ അഴിമതിയെക്കുറിച്ചും കൈക്കൂലിയെക്കുറിച്ചൊക്കെ പറയാൻ മെനക്കെടുന്നത് എന്തിനാ? നാം വിശുദ്ധരാകാൻ വേണ്ടി. നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങൾ, നമ്മിൽ നിന്നുണ്ടാകുന്ന പ്രകടമാകുന്ന സൽക്കർമ്മങ്ങൾ സ്വീകാര്യമാകാൻ വേണ്ടി, കബൂലാകുന്ന പരുവത്തിൽ ആയിക്കിട്ടാൻ വേണ്ടി. ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാൻ ഒരൊറ്റ ഹദീസ് പഠിച്ചാൽ മതി. ഈ വിഷയത്തിന്റെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ഇബാദത്തു അശ്റത്തു അജ്സാഇൻ തിസ്അത്തും മിൻഹാ ഫീ ത്വലബിൽ ഹലാൽ. ഇബാദത്ത് 10 ഭാഗങ്ങളാണ്. 10 ഭാഗങ്ങളാണ് ഇബാദത്തിന്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്, അവൻ തൃപ്തിപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്, സൽക്കർമ്മങ്ങൾ ആചരിക്കുന്നതിന് 10 ഭാഗങ്ങളുണ്ട്. 10 ഭാഗം. ഈ 10 ജുസുകൾ അടങ്ങിയതാണ് മൊത്തം ഇബാദത്ത്. അശ്റത്തും മിൻഹ തിസ്അത്തും മിൻഹാ, ഇബാദത്തിന്റെ 10 ഭാഗങ്ങളിൽ 9 ഭാഗവും, അതേ ഇബാദത്തിന്റെ 90% ഫീ ത്വലബിൽ ഹലാൽ, അല്ലാഹു തൃപ്തിപ്പെട്ട ധനം, അനുവദിച്ച ധനം തേടുന്നതിലും സമ്പാദിക്കുന്നതിലുമാണ്. ഇബാദത്തിന്റെ 90% ഹലാല് തേടുക, ഹലാല് സമ്പാദിക്കുക എന്നതിലാണ്. ബാക്കി 10% മാത്രമേ ഉള്ളൂ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വരുന്നത്. 90% ഇബാദത്തിന്റെ സ്വീകാര്യത ഹലാലിലാണ്. ഫീ ത്വലബിൽ ഹലാൽ.
എത്ര ഗൗരവമുണ്ട് എന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു മൈൻഡും ഇല്ലാത്തത് ഈ മേഖലയാണ്. അത് കിട്ടുന്നിടത്ത് കിട്ടട്ടെ, കൊടുക്കുന്നിടത്ത് കൊടുക്കാം. കുത്തി മറിഞ്ഞാൽ മതിയല്ലോ, പള്ളിയിൽ വന്ന് കുത്തി മറിഞ്ഞാൽ മതി, ചുണ്ടുകൾ ചലിപ്പിച്ച് അധര വ്യായാമം നടത്തിയാൽ മതി, ഹത്തങ്ങനെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മതി, ഇടക്കിടക്ക് മക്കത്തേക്കൊന്ന് ടൂറ് പോയാൽ മതി, റമദാൻ വരുമ്പോ എന്തോ ചില്ലിക്കാശി ചക്കാത്ത് കൊടുത്താൽ മതി. ഇതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, പറ്റൂല. അൽ ഇബാദത്തു അശ്റത്തു അജ്സാ, ഇബാദത്തിന്റെ പുണ്യകർമ്മങ്ങളുടെ അല്ലാഹു തൃപ്തിപ്പെട്ട പ്രവർത്തനങ്ങളുടെ 90% അനുവദിക്കപ്പെട്ടത്, ഹലാലായത് സമ്പാദിക്കുന്നതിലാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയുണ്ടായിരുന്നു. സ്വന്തം കാര്യത്തിൽ മാത്രമല്ല, ഉമ്മത്തിന്റെ കാര്യത്തില്, അവിടുത്തെ അഹ്ലുബൈത്തിന്റെ കാര്യത്തില്. പുന്നാര നബിയുടെ പൗത്രൻ അലി ഫാത്തിമ റളിയല്ലാഹു അൻഹുമാ ദമ്പതിമാരുടെ പ്രിയപ്പെട്ട പുത്രൻ, അഹ്ലുബൈത്തിന്റെ ഒരു പിതാവ് ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു കുഞ്ഞായ കാലം, മതവിധികൾ ബാധകമല്ലാത്ത കാല, കുഞ്ഞുപ്രായം. മറ്റൊരാളുടേത് അറിയാതെ കുഞ്ഞു വായിലിട്ടാൽ കഴിച്ചാൽ അത് ഹറാമൊന്നും ആവൂല. സത്യത്തില് മതവിധികൾ ബാധകമല്ലാത്ത കുഞ്ഞുപ്രായത്തിൽ സകാത്തിന്റെ ഭാഗത്തേക്ക്, ഇനത്തിലേക്ക് വന്നെത്തിയ കാരക്ക കൂട്ടത്തിൽ നിന്ന് ഒരു കാരക്ക എടുത്ത കുഞ്ഞുമോൻ വായിലിട്ടപ്പോ, അത് കുട്ടിയല്ലേ, കുഞ്ഞല്ലേ, വായിലിട്ടു പോയല്ലോ, മധുരം നുണഞ്ഞു പോയല്ലോ, അതാ കുഞ്ഞങ്ങിട്ട് കഴിക്കട്ടെ എന്നും പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോക്കി നിന്നില്ല, വെറുതെ വിട്ടില്ല. കലിമത്തു സജിരിൻ, തടയാൻ വേണ്ടി ഒരു ശബ്ദം പ്രയോഗിച്ച്, മോനെ അത് തുപ്പിക്കള എന്നും പറഞ്ഞ് ആ കുഞ്ഞു ശരീരത്തിൽ ഹറാമിന്റെ അംശം കലർന്നു പോകുന്നതിലുള്ള ആ ജാഗ്രതയുണ്ടല്ലോ, അത് നമുക്ക് മാതൃകയാണ്. അതുകൊണ്ടു തന്നെ അഴിമതി, കൈക്കൂലി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള കുറ്റമല്ല അഴിമതിയും കൈക്കൂലിയും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാത്രമുള്ള കുറ്റമല്ല. ഒരു മുസ്ലിമാണ് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതെങ്കിൽ, കൈക്കൂലി കൊടുക്കുന്നതെങ്കിൽ, കൈക്കൂലി വാങ്ങിക്കുന്നത് എങ്കിൽ അത് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള അപരാധമാണ്, കുറ്റകൃത്യമാണ്. എന്തുകൊണ്ട്? അല്ലാഹുവും റസൂലും സത്യവിശ്വാസികളോട് കൽപ്പിക്കുന്നത് കേവലം ചില ചടങ്ങുകൾ ഒപ്പിച്ച് നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ എന്നല്ല. നിങ്ങളുടെ ജീവിതം അഖിലവും, ജീവിതത്തിന്റെ A to Z സമസ്ത മണ്ഡലങ്ങളും നിങ്ങൾ ഇബാദത്താക്കി മാറ്റണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. നിങ്ങളുടെ ജീവിതം ഇബാദത്താകണമെന്നാണ്. മാത്രമല്ല, ഈ ജീവിതത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് പരലോക ചന്തയിൽ ലാഭം കൊയ്യുന്ന കച്ചവടം എന്ന്. ഈ ജീവിതം മൊത്തം ബിസിനസ്സാണ്. ഈ ജീവിതം ഒരു കച്ചവടമാണ്. എന്തിനുള്ള കച്ചവടം? പരലോക ചന്തയിലെ ലാഭത്തിന് വേണ്ടിയുള്ള കച്ചവടം. സൂറത്തു സൊഫിന്റെ 11-12 സൂക്തങ്ങൾ അതാണ് അല്ലാഹു പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലി വതുജാഹിദൂന ഫീ സബീലില്ലാഹ് ബിഅംവാലികും വഅൻഫുസികും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, ഞാൻ നിങ്ങൾക്കൊരു കച്ചവടം പറഞ്ഞു തരട്ടെ. അള്ളാഹു ചോദിക്കുക, എന്താ ഇടപാട് ചെയ്യാൻ പറ്റണേ, എന്താ ഇടപാട് ചെയ്യാൻ പറ്റണേ, അന്വേഷിച്ച് നടക്കുകയാണ്. ആരെങ്കിലും ഒരു ഇടപാട് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലെങ്കിൽ അതേ ഇടപാട് തന്നെ. പെരുമ്പാവൂരൊക്കെ പ്ലൈവുഡ് ഫാക്ടറി ഇത്ര വന്നത് എങ്ങനെയാ? ഇവിടെ വണ്ടി കച്ചവടക്കാർ ഇത്ര കൂടിയത് എങ്ങനെയാ? എവിടെ ലാഭം? അങ്ങോട്ട് ജനങ്ങൾ ഒഴുകുകയാണ്, അങ്ങോട്ട് എത്താനുള്ളൊരു ത്വരയാണ്.
അള്ളാഹു ചോദിക്കുക, മുഅ്മിനീങ്ങളെ, ഹൽ അദുല്ലുക്കും അലാ തിജാറ, നിങ്ങൾക്കൊരു കച്ചവടം ഞാൻ അറിയിച്ചു തരട്ടെ, ഒരു ബിസിനസിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. തുൻജീകും മിൻ അദാബിൻ അലീം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കച്ചവടം കോടികൾ ലക്ഷങ്ങൾ അമ്മാനമാടാനാകുന്ന വലിയ ലാഭം ഭൗതിക തലത്തിൽ കിട്ടുന്ന ഒരു ബിസിനസിനെ കുറിച്ചല്ല. തുൻജീകും മിൻ അദാബിൻ അലീം, വേദനയേറിയ അസഹ്യമായ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടം, റബ്ബാനിയായ പ്രഹരത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടുന്ന കച്ചവടം, പരലോക ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടുന്ന കച്ചവടം, നരകാഗ്നിയിൽ നിന്ന് മോചനം കിട്ടുന്ന ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ? ഏതാണ് ഈ കച്ചവടം? ജീവിതമാകുന്ന കച്ചവടം. സത്യവിശ്വാസം ഉൾക്കൊണ്ട് ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ കച്ചവടം എന്ന് പറഞ്ഞത്. ആ കച്ചവടം വിശദീകരിക്കുന്നു സൊഫിന്റെ 12-ാമത്തെ ആയത്തിൽ. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ തിരുദൂതരിലും വിശ്വസിക്കേണ്ട വിധം വിശ്വസിച്ച് ഈമാൻ ക്ലിയറാക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ദേഹങ്ങളെ കൊണ്ട്, ശരീരങ്ങളെ കൊണ്ട്, സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുക, അങ്ങനെ ജീവിക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് അകത്തിച്ചിരി, തലച്ചോറിൽ ഇച്ചിരി വെളിച്ചുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് നല്ലത്. ഒരല്പം അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് നല്ലത്. പരിശുദ്ധ ഖുർആൻ ഇതാണ് ഇമ്പോർട്ടന്റ്. ദീനിൽ പ്രധാനം ഇതാണ്. റസൂലുള്ള പറയുന്നുണ്ട്, ഖൈറു ദീനിക്കും അൽ വറഉ, ഖൈറു ദീനിക്കും അൽ വറഉ, നിങ്ങളുടെ ദീനിൽ ഏറ്റവും ഹൈറായത് ഏതാ അറിയാം നിങ്ങൾക്ക്? ചില വേഷങ്ങളല്ല, വേഷം കെട്ടുകളല്ല, യാന്ത്രികമായ പ്രകടനങ്ങളല്ല. നിങ്ങളുടെ ദീനിൽ ഏറ്റവും ഗുണകരമായത്, നിങ്ങൾക്ക് നല്ലത് അൽ വറഉ, സൂക്ഷ്മതയാണ്. സൂക്ഷ്മതയോടുകൂടെയുള്ള ജീവിതം, ഹറാം ഹലാലിന്റെ കാര്യത്തിലുള്ള ജാഗ്രത. ഈ ജാഗ്രതയോടെ നമ്മളൊന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പലരും പറയല്ലോ, ഇത്രയൊക്കെ ദീനിൽ അടുത്ത് വന്നിട്ടും ഈമാനിന്റെ ഒരു അഭിരുചിയില്ല, കാര്യമായി നെഞ്ചകത്തൊരു പരിവർത്തനമില്ല, ദുആക്കൊന്നും ഉത്തരല്ല. ഇതൊക്കെ ഒരു പരാതിയും പരിഭവമാണ് എല്ലാവർക്കും. ഞാനടക്കമുള്ള, ഞാൻ എന്നെ ഒഴിവാക്കിയിട്ടല്ല, നമ്മുടെയൊക്കെ പരാതിയാണ്. ഈ ഒരു പോയിന്റ്, വറഅ്, ഹറാം ഹലാലിന്റെ കാര്യത്തിലുള്ള ജാഗ്രതയോടെ കുറച്ച് നമ്മളത് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കും. മരിക്കണ്ട, ഇവിടുന്ന് തന്നെ അതിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. സ്വഹാബി വര്യൻ, പ്രസിദ്ധനായ സ്വഹാബി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തിരുസവിധത്തിൽ ചെന്നിട്ട് ആരംഭ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിനാ ദുആ ചെയ്യണേ? എന്തിനാ ദുആ ചെയ്യണേ? എൻ്റെ ദുആക്ക് ഉത്തരം കിട്ടാൻ തങ്ങൾ ദുആ ചെയ്യണം. ബുദ്ധി, ഇത് ബുദ്ധിയാണ്. എനിക്ക് ആഫിയത്ത് ഉണ്ടാകാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആഫിയത്തെ ഉണ്ടാവുള്ളൂ. സമ്പത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ ദുആ ചെയ്യാൻ അതേ ഉണ്ടാവുള്ളൂ. ദീർഘായുസിന് തുറക്കണം എന്ന് പറഞ്ഞാൽ അതേ ഉണ്ടാവുള്ളൂ. ഇദ്ദേഹം ബുദ്ധിയാണ് ഉപയോഗിച്ചത്. ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്ന നല്ല കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാൻ, മുസ്തജാബു ദഅവത്തിന്റെ ആൾ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളായി ഞാൻ മാറാൻ തങ്ങൾ ദുആ ചെയ്യണം. ഇങ്ങനെയാണ് സഅദ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത്. അള്ളാഹിന്റെ റസൂൽ എന്താ പറഞ്ഞത്? യാ സഅദു, അതിനൊറ്റ മാർഗ്ഗമുള്ളത്. സഅദേ, അതിനൊരു മാർഗ്ഗമുള്ളത്. താങ്കളുടെ അപേക്ഷകൾ അല്ലാഹു സ്വീകരിക്കാൻ, താങ്കളുടെ ചോദ്യങ്ങൾക്ക് അല്ലാഹു ഉത്തരം നൽകാൻ ഒരൊറ്റ മാർഗമാണുള്ളത്. യാ സഅദു അത്തിബ് തുആമക്, നിന്റെ ഫുഡ് നന്നാക്കിക്കോ. ചിക്കൻ ബിരിയാണി മട്ടൻ വറുത്തവും കഴിച്ചോന്നല്ല, അല്ലാഹു തൃപ്തിപ്പെട്ട, അല്ലാഹുവിന്റെ വീക്ഷണത്തിൽ നല്ലത്, ഹലാലായത് അതുമാത്രം നീ സമ്പാദിക്കുകയും അതുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയും ചെയ്താൽ തകുൻ മുജാബദ് ദഅവ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളായി സഅദേ താങ്കൾക്ക് മാറാനാകും. മറ്റൊരു ഹദീസ് ഇഹ്യയിൽ ഇമാം മുസാലി ഉദ്ധരിച്ചതായിട്ട് കാണാം.
മൻ അക്കലൽ ഹലാല 40 യൗമ, ഒരു 40 ദിവസം, അധികമൊന്നും വേണ്ട, 40 ദിവസം അള്ളാഹു തൃപ്തിപ്പെട്ട ആഹാരം, അവൻ തൃപ്തിപ്പെട്ട വെള്ളം, അവൻ തൃപ്തിപ്പെട്ട ലിബാസ്, വണ്ടി, മസ്കൻ, ജീവിത സാധന സാമഗ്രികളൊക്കെ ഹലാല് മാത്രം സ്വീകരിച്ച് ഏതൊരാൾ 40 ദിവസം ജീവിക്കാൻ തയ്യാറായാൽ നവ്വറല്ലാഹു ഖൽബ, നവ്വറല്ലാഹു ഖൽബ, അവന്റെ ഹൃദയത്തെ അള്ളാഹു പ്രകാശിപ്പിക്കും. ഈമാന്റെ വെളിച്ചം കത്താൻ തുടങ്ങും മനസ്സിൽ. നെഞ്ചകത്ത് കത്തുന്ന ഈമാനിന്റെ വെളിച്ചം, ആത്മീയമായ വെളിച്ചം, അതവിടെ ഒതുങ്ങി നിൽക്കില്ല. ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ വെളിയിലേക്ക് വരാൻ തുടങ്ങും. ആ മനുഷ്യൻ പിന്നെ റബ്ബാനിയായ മഅലൂമാത്തുകൾ, മഅരിഫത്തിന്റെ ജ്ഞാനങ്ങൾ ഇത് പറയാൻ തുടങ്ങും. 40 ദിവസം മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ് മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ. നമുക്ക് ഈ വിഷയം ഒന്ന് ചെറുതായിട്ട്, കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ ചെറുതായിട്ടൊന്ന് ചർച്ചക്കെടുക്കാം. ആദ്യം നമുക്ക് കൈക്കൂലി പറയാം. കാരണം അഴിമതിക്ക് ചാൻസ് കിട്ടിയവർക്ക് അഴിമതി നടത്താൻ പറ്റുള്ളൂ, എല്ലാവർക്കും അത് പറ്റൂലല്ലോ. ഈ കൂടിയ കൂട്ടത്തിൽ നിന്ന് 5-10 പേർക്കൊക്കെ അഴിമതിക്ക് ചാൻസ് കിട്ടുള്ളൂ. കൈക്കൂലിയോ ഏത് പെട്ടിക്കടക്കാരനും ഉന്തുവണ്ടിക്കാരനും കൊടുക്കാൻ പറ്റുന്നതാണ് കൈക്കൂലി. കൈക്കൂലി, റിശ്വത്ത് എന്ന പദമാണ് ഹദീസുകളിൽ നിന്ന് കൈക്കൂലിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അരിശ്വത്തു എന്താണ്? ദീൻ വിലക്കിയ റിശ്വത്ത്, കൈക്കൂലി. അരിശ്വത്തു ഹിയ മാ യുഅ്താ ലിഇബ്താലി ഹഖ്ഖിൻ ഔ ഇഹ്ഖാഖി ബാത്തിലിൻ. ഇതാണ് റിശ്വത്തിന്റെ നിർവചനം. കൈക്കൂലിയെ നിർവചിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ തഅരീഫ് പറഞ്ഞിട്ടുള്ളത്. അരിശ്വത്തു, കൈക്കൂലി എന്നാൽ ഹിയ അത്, മാ യുഅ്താ ലിഇബ്താലി ഹഖ്ഖിൻ ഔ ഇഹ്ഖാഖി ബാത്തിലിൻ, മറ്റൊരാളുടെ അവകാശം തടയാൻ വേണ്ടി, മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടി, ഔ ഇഹ്ഖാഖി ബാത്തിലിൻ, അനർഹമായത് സ്ഥിരീകരിക്കാൻ, അനർഹമായത് സമ്പാദിക്കാൻ, നിയമത്തിൽ തനിക്ക് അവകാശപ്പെട്ടതല്ലാത്തത് സമ്പാദിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടി അധികാരി വർഗത്തിന് നൽകുന്ന കൈമടക്കിന്റെ പേരാണ് റിശ്വത്ത്. മറ്റൊരാളെ ഉപദ്രവിക്കുക, പോലീസുകാർക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. എന്തിന്? ഒരാളെ ശല്യം ചെയ്യാൻ. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. ജോണി വാക്കർ കുപ്പിയായാലും കാലിച്ചട്ടിയായാലും കൈക്കൂലി തന്നെ. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എൻ്റെ വണ്ടി ഉപയോഗിച്ച ഒരാഴ്ച കുഴപ്പമൊന്നുമില്ല, ആ ഉപയോഗിച്ചവരായിട്ടാണ് കൊടുത്തു. എന്തിന്? ഉള്ളിലൊരു ഗൂഢലക്ഷ്യമുണ്ട്, അനർഹമായത് എന്തോ, അല്ലെങ്കിൽ വേറൊരാളെ പ്രയാസപ്പെടും, ഇങ്ങനെ ഒരു ടാർഗറ്റ് മനസ്സിലുണ്ടെങ്കിൽ ആ വണ്ടി കൊടുത്തതും കൈക്കൂലിയാണ്. നമ്മുടെ ഗവൺമെന്റും പറയുന്നത് അങ്ങനെയാണ്. പാരിതോഷികങ്ങൾ കൊടുക്കുന്നതും മേടിക്കുന്നതും ശിക്ഷാർഹമാണെന്ന് ഓഫീസിൽ എഴുതി വെച്ചത്. പണമല്ല, പണം മാത്രല്ല. അതുപോലെ തന്നെ നിയമത്തിൽ തനിക്ക് അവകാശപ്പെട്ടതല്ലാത്ത, തനിക്ക് അർഹതയില്ലാത്ത, അനർഹമായത് സമ്പാദിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഒരാൾ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട കർത്തവ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അത് അയാളുടെ ബാധ്യതയാണ്. ആ കർത്തവ്യങ്ങൾ നിർവഹിക്കുക എന്നത്. അനർഹമായത് എന്തെങ്കിലും കിട്ടിയേ ചെയ്യൂ എന്ന ബുദ്ധിയോടെ അനർഹമായത് മേടിച്ച് തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കലും ഒക്കെ കൈക്കൂലിയുടെ വകഭേദങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇസ്ലാം എന്താ പറഞ്ഞത്? അർരിശ്വത്തു കബീറത്തും മിനൽ കബായിർ. ഇത് ചെറിയൊരു കുറ്റമൊന്നുമല്ല. ചെറിയ കുറ്റങ്ങൾ കുറേ ഉണ്ട്. ഉളൂ ചെയ്യുമ്പോൾ താഴെ വീണു പോകുന്ന കുറേ കുറ്റമുണ്ട്. നിസ്കരിക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു ഹസനാത്തുകൾ കൊണ്ട് സയ്യിആത്തിനെ ഇല്ലായ്മ ചെയ്യുന്നല്ലേ. വളരെ ചെറിയ കുറ്റങ്ങൾ. കബീറത്ത് നടക്കൂല. അതിന് സ്പെഷ്യൽ തൗബ തന്നെ വേണം. സ്പെഷ്യൽ തൗബയിൽ ഈ വെട്ടി വിഴുങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കും വേണം. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അർരിശ്വത്തു കബീറത്തും മിനൽ കബായിർ. കൈക്കൂലി കൊടുക്കലും വാങ്ങിക്കലും വൻദോഷങ്ങളിൽപ്പെട്ട ഒരു വലിയ കുറ്റം തന്നെയാണ്. വൻദോഷങ്ങളിൽപ്പെട്ട ഒരു വലിയ കുറ്റമാണ് കൈക്കൂലി ഇടപാട്. എന്തുകൊണ്ട്? ഒന്ന്, രാജ്യ നിയമങ്ങൾക്ക് അത് വിരുദ്ധാണ്.
രാജ്യനിയമങ്ങൾ പാലിക്കുക ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. രാജ്യനിയമങ്ങൾക്കത് വിരുദ്ധമാണ്. 1. 2, തിന്മയെ സഹായിക്കൽ അതിലുണ്ട്. 3, ഹറാം സമ്പാദിക്കൽ അതിലൂടെ വരുന്നുണ്ട്. സർവോപരി പാവപ്പെട്ടവന്റെ അവകാശം ധ്വംസിക്കൽ, പാവപ്പെട്ടവന്റെ അവകാശം തടയൽ കൈക്കൂലി ഇടപാടിലുണ്ട്. അതെങ്ങനെ? പണക്കാർ തങ്ങളുടെ കാര്യം പണം വിതറിക്കൊണ്ട്, പണമെറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് നേടിയെടുക്കും. സാമ്പത്തിക കഴിവുള്ള ആളുകൾ, സൗകര്യമുള്ള ആളുകൾ അവരുടെ ആവശ്യം പണം എറിഞ്ഞിട്ട് പെട്ടെന്ന് സാധ്യമാക്കും. ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് കിട്ടി ശീലമാകുമ്പോൾ സാധുക്കൾ ഒന്നും കൊടുക്കാനില്ലാത്തവർ ചെന്നാൽ അവരനങ്ങൂല. ഇങ്ങനൊരു പ്രശ്നാണ് ഇവിടെ വലുത്. മഹാന്മാരായ ഇമാമുകൾ പറയുന്നു, കൈക്കൂലി മുഖേന അത് അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നതിലേക്ക്, അക്രമം വ്യാപിക്കുന്നതിലേക്ക്, വന്ദിശാരിൽ ഫസാദ് കുഴപ്പങ്ങൾ പ്രകടമാകുന്നതിലേക്ക് നയിക്കും. അതുകൊണ്ട് കബീറത്തും മിനൽ കബായിർ, വൻദോഷാണെന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ മേഖലയുമായി ബന്ധപ്പെട്ട സർവരെയും ശപിച്ചതായ ഹദീസ്, സ്വഹീഹായ ഖബർ ഹദീസ് കിതാബുകളിൽ കാണാം. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചോളണേ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് ചെറിയൊരു കൈമടക്ക് കൊടുത്തിട്ട് അതാണ്ട് നേടി പോരാന്ന് വിചാരിക്കുന്ന സാധാരണക്കാരെ കേട്ടോളൂ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്തോ ഒരു കാര്യത്തിന്, എന്താ പോലീസ് കാര്യം ചെയ്തു തരാനുള്ള ആളല്ലേ, നിർവഹിച്ചു തരാനുള്ള ആളല്ലേ. അവകാശപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ്, ആധാരം പോക്കുവരവ് ചെയ്തു തരല്, ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഓരോ പൗരന്റെയും അവകാശ. ഇതിന് ഫലമോ ഫീസോ ഒന്നും കൊടുക്കാതെ പൗരന് കിട്ടേണ്ടുന്ന അവകാശാണ്. ഇതിന് പൈസ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന ആളുകൾ, മേടിക്കുന്ന ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ ശപിച്ചിരിക്കുന്നു, ലഅനത്താക്കിയിരിക്കുന്നു. അർറാശിയ വൽ മുർതശിയ വറായിഷ. അഹ്മദ് റഹിമഹുല്ല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം തുർമുദിയും ഇബ്നു മാജയും ഒക്കെ സ്വഹീഹായ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. ആരെ? അർറാശിയ. ആദ്യം പറഞ്ഞത് കൈക്കൂലി കൊടുക്കുന്നവനെ. കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ഈ കുറ്റങ്ങളൊക്കെ വ്യാപിക്കുക. അർറാശിയ, കൈക്കൂലി കൊടുക്കുന്നവനെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. വൽ മുർതശിയ, കൈക്കൂലി വാങ്ങിക്കുന്നവനെ. അവിടെ തീർന്നോ? കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനും മാത്രമല്ല മൽഊനാകുക. വറായിഷ, കൈക്കൂലി കൊടുക്കുന്നവന്റെയും മേടിക്കുന്നവന്റെയും ഇടയിൽ നിൽക്കുന്ന ഏജന്റ്, ഇടനിലക്കാരനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ഏതാ ഈ ഇടനിലക്കാരൻ? പോലീസ് സ്റ്റേഷൻ പരിസരത്ത്, വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത്, സപ്ലൈ ഓഫീസിന്റെ പരിസരത്ത് നിലയുറപ്പിക്കുന്ന ചില ഏജന്റുമാരുണ്ട്. ആളുകളെ സഹായിക്കാനല്ലോ, ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകളെ സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഒന്നും പ്രതിഫലം ചോദിക്കാതെ, എന്നാൽ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും, അത് കുഴപ്പമൊന്നും, സഹായം. അതുപോലെ അവിടെ എഴുത്തുകുത്ത് നടത്തുന്ന സാധുക്കളുണ്ടാവും, ഫോറം പൂരിപ്പിക്കുന്ന ഒരു മേശട്ട്, പച്ചപ്പാവങ്ങൾ, ഒന്നൊരു തെറ്റുമില്ല, അവരെ ഫീസ് മേടിച്ച് ജീവിച്ചോട്ടെ. ഇതല്ല പറയുന്നത്. സാധാരണക്കാർക്കിടയിലും ഉദ്യോഗസ്ഥർക്കിടയിലുമുള്ള പാലമായി കൈക്കൂലിക്ക് പാലമിട്ടുകൊണ്ട് നിൽക്കുന്ന ഏജന്റുമാർ നേർക്ക് നേരെ കൈക്കൂലി കൊടുക്കുമ്പോ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, വിജിലൻസിന്റെ വലയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇതൊരു കുഴപ്പമില്ല, പുറത്ത് വെച്ച് ഏജന്റിനെ ഏൽപ്പിച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോൾ ഉദ്യോഗസ്ഥനൊന്ന് കാണും. 10% ഏജന്റിനും 90% ഉദ്യോഗസ്ഥന്റെ പോക്കറ്റുക്കും സുരക്ഷിതമാണ്. കക്കാൻ അറിയുന്നവനെ നിൽക്കാനും അറിയണ്ട, അതൊക്കെ അവർ പഠിച്ചിട്ടുണ്ടാവും. ഇത് കടുത്ത അപരാധമാണ്. ഇങ്ങനെ ഇടയിൽ നിൽക്കുന്ന ഏജന്റുമാരെയും കൊടുക്കാൻ നിൽക്കുന്ന വ്യക്തികളെയും വാങ്ങിച്ചു വെക്കുന്ന അധികാരികളെയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ വാരിക്കൂട്ടി വെച്ച സമ്പത്തിൽ റബ്ബാനിയായ ബറക്കത്ത്, അല്ലാഹുവിൽ നിന്നുള്ള അഭിവൃദ്ധി, സമാധാനം അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മൊത്തത്തിൽ ആക്ഷേപിക്കൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എത്ര മേടിക്കുന്നുണ്ട്. ഇവർ നല്ലൊരു കച്ചവടക്കാർ ജീവിക്കുന്ന സെറ്റപ്പിൽ ജീവിക്കുന്നത് കാണും. ഞാൻ എല്ലാ പോലീസുകാരെയും എല്ലാം പറയണ്ടോ, സത്യസന്ധരായ പോലീസുകാരുണ്ട്. അത് ഉണ്ടെങ്കിൽ തന്നെ അവരെ വെച്ചേക്കൂല. ഈ സൂക്കേടുള്ള ആളുകൾ ഇവരെ വെച്ചേക്കൂല, ഇടങ്ങാറാക്കും മര്യാദ. പക്ഷെ അവർക്ക് റബ്ബാനിയായ സഹായം ഉണ്ടാവും. ഈ കൈക്കൂലി മേടിച്ചിട്ട് ഒരു നല്ല ജീവിതം റാഹത്തായിട്ട് ഇത് മേടിച്ച് കൂട്ടിയിട്ട് അവസാനം റിട്ടയർഡായ പ്രാന്താകുന്ന കാഴ്ച കാണണേ. തമാശയല്ല, ഭ്രാന്തായി മാറുക. കാരണം ഈ കോലത്തിലൊരകത്ത് കയറ്റിയിട്ടേ ഇത് മക്കളെ തീറ്റിയ മക്കൾ ഈ തന്തയെ തല്ലും, തള്ളയെ ദ്രോഹിക്കും, ഉറപ്പ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ട്. ഈ ശാപം എങ്ങനെയാണ്? ബറക്കത്തുണ്ടാവില്ല, റഹ്മത്തുണ്ടാവില്ല. ഇതില്ലെങ്കിൽ എന്തോരണ്ടായിട്ട് എന്താ കാര്യം? കൈക്കൂലി അരുതെന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഖുർആൻ വാക്യം അതുമുണ്ട് മുഅ്മിനീങ്ങളെ, അതുണ്ട്. സൂറത്തുൽ ബഖറയുടെ 188-ാമത്തെ ആയത്തിൽ അല്ലാഹു ശക്തമായ താക്കീതാണ് നൽകുന്നത്. ആർക്ക്? കൈക്കൂലി കൊടുക്കുന്നവരെയാണ് ഇവിടെ താക്കീത് നൽകുന്നത്. മേടിക്കുന്നവർക്ക് വേറെ ആയത്തുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊടുക്കുന്ന ആൾക്കാരോടുള്ള താക്കീതാണ്. കൈക്കൂലി കൊടുക്കാൻ മെനക്കെടുന്ന, കൊടുത്ത് കാര്യങ്ങൾ വസൂലാക്കുന്ന ആളുകൾക്കുള്ള താക്കീത്. ബഖറ സൂറത്തിന്റെ 188. വലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾക്കിടയിലുള്ള ധനം അനർഹമായി നിങ്ങൾ തിന്നരുതേ. നിങ്ങൾക്കിടയിലുള്ള സമ്പത്ത് അത് നിങ്ങൾക്ക് അർഹതയില്ലാത്ത സമ്പത്ത് നിങ്ങൾ സമ്പാദിച്ച് അതുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കരുതേ. ബിൽ ബാത്തിൽ എന്നാ പറഞ്ഞത്. ഐ ലാ തകൂനു മശ്റൂഅതൻ, നിയമപരമല്ലാത്ത ധനം, നിയമപരമായി നിങ്ങൾക്ക് അനുവാദമില്ലാത്ത ധനം അത് സമ്പാദിക്കുകയോ അതുകൊണ്ട് ആഹരിക്കുകയോ ചെയ്യരുതേ. അടുത്ത ഭാഗം വതുദുലൂ ബിഹാ ഇലൽ ഹുക്കാം, വതുദുലൂ ബിഹാ ഇലൽ ഹുക്കാം, അധികാരി വർഗത്തിന് നിങ്ങൾ കോഴ കൊടുക്കരുതേ. അല്ലാഹു പറയാ വതുദുലൂ ബിഹാ ഇലൽ ഹുക്കാം, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, നിയമപാലകർ, അധികാരി വർഗം, അവർക്ക് നിങ്ങൾ കൈക്കൂലി കൊടുക്കരുതേ. ഖൗലുഹു തആല തഫ്സീറുകളിൽ കാണാം വതുദുലൂ ബിഹാ ഇലൽ ഹുക്കാം ഐ ലാ തർശൂ ബിൽ അംവാലി ഇലൽ ഹുക്കാമി ലിയഖ്ലൂ ലക്കും ബിഅക്സറ മിൻഹാ. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കരുത്. എന്തിന്? ലി യഖ്ലൂ ലക്കും ബിഅക്സറ മിൻഹാ, നിങ്ങൾ ആ കൊടുത്ത തുകയേക്കാൾ വലുത് അവർ നിങ്ങൾക്ക് ഒപ്പിച്ചു തരാൻ വേണ്ടി. കൈക്കൂലി 50,000 കൊടുക്കണമെങ്കിൽ 50 ലക്ഷത്തിന്റെ കാര്യപ്പുറത്ത് നടക്കും. ബിഅക്സറ മിൻഹാ. ഇമാം റാസി റഹിമഹുല്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ കബീറിൽ ഇമാം റാസി തഫ്സീറുർ റാസിയിൽ വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെ ഈ ആയത്ത് വിശദീകരിക്കുകയാണ്? അൽ ഇദ്ലാഉ മഅഖൂദും ബി ഇദ്ലാഇ ദൽവി. തുദുലു എന്നാ പറഞ്ഞ തുദുലു, ഇത് ബക്കറ്റും കയറും ഇടുന്നതിനാണ് തുദുലു എന്ന് പറയാം. കിണറിലേക്ക് ബക്കറ്റും കയറും, തൊട്ടിയും കയറും ഇറക്കുന്നതിനാണ് തുദുലു. ദൽവിൽ നിന്ന് വന്നതാണ്. അൽ ഇദ്ലാഉ അല്ലാഹു തുദുലു ബിഹാ ഇലൽ ഹുക്കാം എന്നാ പറഞ്ഞത്. അൽ ഇദ്ലാഉ ഇവിടത്തെ തുദുലു എന്ന പ്രയോഗം മിൻ ഇദ്ലാഇ ദൽവി, തൊട്ടിയും കയറും ഇറക്കുന്നതിൽ നിന്ന് വന്നതാണ്. വഹുവ ഇർസാലുക ഇയ്യാഹാ ഫിൽ ബിഇരി, തൊട്ടിയും കയറും നീ കിണറ്റിലേക്ക് ഇടുന്നു. എന്തിന്? വെള്ളം എടുക്കാൻ. എന്തിനാ തൊട്ടിയും കയറും കിണറ്റിലിടുന്നത്? തൊട്ടിയും കയറും കിണറ്റിലിറക്കുന്നത് എന്തിനാ? രണ്ട് കാര്യത്തിനാ. ഒന്ന്, അപ്രാപ്യമായത് പ്രാപിക്കാൻ, അകലെയുള്ളത്
അടുത്തേക്ക് അടുപ്പിക്കുക 1. 2, ഇറക്കിയതിന്റെ ധാരാളം ഇരട്ടികൾ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. തൊട്ടിയും കയറും ബ്ലാങ്ക് 4 ബക്കറ്റാളെ ഇറക്കുക. ഇങ്ങോട്ട് വലിക്കുമ്പോഴോ അതിന്റെ എത്രയോ ഇരട്ടി വെയിറ്റിൽ അങ്ങനെയാണ് ഇങ്ങോട്ട് എടുക്കുക. 2 കാര്യത്തിനാ തൊട്ടിയും കയറും കിണറിൽ ഇറക്കുന്നത്. 1, അകലെയുള്ളത് അടുപ്പിക്കാൻ. 2, ഇറക്കിയതിന്റെ എത്രയോ ഇരട്ടി തിരിച്ചു വലിക്കാൻ. ഇവിടെ എന്താ നടക്കുന്നത്? അപ്രാപ്യമായത്, തനിക്ക് അർഹതയില്ലാത്ത ഒരു സാധനം, ഒരു പൈസ അല്ലെങ്കിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു അധികാര സ്ഥാനം തനിക്ക് അർഹതല്ല, അത് കിട്ടാൻ വേണ്ടി, അപ്രാപ്യമായത് കിട്ടാൻ വേണ്ടി ഹുക്കാം, ഭരണാധികാരികളിലേക്ക് തൊട്ടിയും കയറും ഇറക്കുക, പൈസയായിട്ട് ഇറക്കുക. എന്നിട്ടോ ആ ഇറക്കുന്നത് ബി അക്സറ മിൻഹ, എത്ര ആയിരങ്ങളാ ഇറക്കുന്നത് അതിന്റെ എത്രയോ ഇരട്ടി സമ്പാദിക്കാൻ വേണ്ടി. കൈക്കൂലി കൊടുക്കുന്ന ഇടപാട് നിങ്ങൾ ചെയ്യരുതേ. ലിതഅകുലു ഫരീഖം മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. ജനങ്ങളുടെ സമ്പത്തിൽ നിന്ന് തെറ്റായ നിലക്ക്, കുറ്റകരമായ നിലക്ക് സമ്പാദിച്ച് വെട്ടി വിഴുങ്ങുന്ന രീതി ഉണ്ടല്ലോ. വഅൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാം ഇത് റോങ് ആണെന്ന്. ഈ വിധത്തിൽ നിങ്ങൾ ചെയ്യരുതേ. അത് അക്രമമാണ്, അത് അനീതിയാണ്, അത് കടുത്ത കുറ്റമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്, കൈക്കൂലി കൊടുക്കാൻ നിൽക്കരുതേ. മുസ്ലിമീങ്ങളായ നമ്മള് നന്നായി ശ്രദ്ധിക്കണം ഈ കാര്യം. രാജ്യ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് നമുക്ക് നല്ല ജാഗ്രത വേണം. ഭരണകൂടങ്ങൾ ഒരു പക്ഷേ നമ്മളെ വേട്ടയാടിയേക്കാം, ഉപദ്രവിച്ചേക്കാം. ഇന്നിപ്പോൾ ഒരു ഡിസംബർ 6 ബാബരി ധ്വംസനത്തിൻ്റെ മറ്റൊരാണ്ടുകൂടിയാണ് ഇന്ന്. ഇതുപോലെ ഒരു ഡിസംബർ 6, 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. ബാബരി മാത്രമല്ല, ഗ്യാൻവാപ്പി പള്ളിയും സംബലിലെ പള്ളിയും ഒരുപാട് മസ്ജിദുകൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുകയാണ്. മസ്ജിദുകളൊന്നും പോരാത്തത് കൊണ്ട് മഹാന്മാരുടെ ഖബറിടങ്ങൾക്ക് മേലും അവകാശവാദം. അജ്മീർ ദർഗ, ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ അന്ത്യവിശ്രമയിടം അജ്മീറിലെ ദർഗ ഏതോ ക്ഷേത്രമായിരുന്നു എന്നാണ് പുതിയ അവകാശവാദം. ഇത്തരം അർത്ഥശൂന്യമായ അവകാശവാദങ്ങൾക്ക് ചൂട്ടുപിടിക്കാൻ ഈ രാജ്യത്തെ കോടതികൾ കൂടി രംഗത്ത് വരുമ്പോൾ അതൊരു വൻ പ്രതിസന്ധി തന്നെ. മുസ്ലിങ്ങളല്ലാത്ത യുക്തിവാദികളിൽ നിന്ന് ചിലർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഈ കഴിഞ്ഞയാഴ്ച. യുക്തിവാദികൾ അവരെന്താ പറഞ്ഞത്? സൂഫികൾ എന്ന് പറഞ്ഞാൽ ഒട്ടും വർഗീയതയില്ലാത്ത ആളുകളാണ്. അവർ ജാതി നോക്കി, മതം നോക്കി മനുഷ്യനെ ഉപദ്രവിക്കാനോ വഴക്ക് പറയാത്ത ആളുകളാണ് സൂഫികൾ. ഭാരതീയ ദർശനത്തെ ചീത്ത പറയാത്ത ആളുകളാണ് സൂഫികൾ. എന്നിട്ട് പോലും അവരുടെ ദർഗകൾക്ക് മേൽ പോലും അവകാശവാദം ഉന്നയിച്ചാൽ ഈ രാജ്യം തകരുമെന്ന് പറഞ്ഞത് ഒരു മുസ്ലിം ചിന്തകനല്ല, ഒരു യുക്തിവാദി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടു. എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ? പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംബലിൽ 4-5 യുവാക്കളാണ് ശുഹദാക്കളായത്. അള്ളാഹു ആ ചെറുപ്പക്കാർക്ക് ശുഹദാഇന്റെ റേഞ്ച് കൊടുക്കുമാറാകട്ടെ. ആ മേഖലയിലേക്കൊന്ന് കടന്നു ചെല്ലാൻ, അത് കൂട്ടമായി അവിടെ കർഫ്യൂ ഉണ്ടെങ്കിൽ ഓക്കെ, നിയമം ഞങ്ങൾ പാലിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഇത് ആ സ്റ്റേറ്റിലൊരു MP ആണ് പറയുന്നത്, ക്യാബിനറ്റ് റേഞ്ചിലുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ്. വിട്ടില്ല യോഗി പോലീസ്. ഇതൊക്കെ പ്രശ്നമാണ്. ഈ പ്രശ്നമൊന്നും ലഘൂകരിക്കുന്നില്ല, നിസാരായി കാണുന്നില്ല. ഞാനും നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നിയമം കയ്യിലെടുക്കല്ല. നരേന്ദ്രമോദിന്റെ ഗവൺമെന്റ് കള്ള ഗവൺമെന്റാണ്, അതുകൊണ്ട് കിട്ടുന്നിടത്തോളം പറ്റിക്കണം. GST വെട്ടിപ്പ് സുന്നത്താണ്. ഇതൊന്നും നമുക്ക് പറയാൻ പാടില്ല. നമ്മൾ രാജ്യനിയമം പാലിക്കുക. ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും കടപ്പാടും. അവരക്രമിയാണെങ്കിൽ നമ്മളും അക്രമികളാകണോ? അവര് റോങ് ആണെങ്കിൽ നമ്മൾ റോങ് ആകണോ? പാടില്ല. നമ്മൾ നിയമങ്ങൾ പാലിച്ച് നമ്മുടെ നാഥനായ അള്ളാഹുവിനോട് അപേക്ഷിക്കുക. അവന്റെ സഹായമല്ലാതെ നമുക്കൊരു മോചനമില്ല മുഅ്മിനീങ്ങളെ. അവന്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്തല്ലാതെ, അവന്റെ ഭാഗത്ത് നിന്നുള്ള കാവലല്ലാതെ, അവന്റെ ഇടപെടൽ കൊണ്ടല്ലാതെ ഇന്ത്യൻ മുസ്ലിമിന് ഒരിക്കലും രക്ഷയില്ല. ഒരു രാജ്യത്തും ഉള്ള മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല.
അതുകൊണ്ട് നമ്മൾ നിയമം പാലിക്കുക, നിയമപരമായിട്ട് ഉള്ള പ്രതിഷേധങ്ങൾ, നിയമപരമായിട്ടുള്ള പ്രകടനങ്ങൾ അതൊക്കെ നടത്തിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ മനമുരുകി തേടുക. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, നീ ഇസ്ലാമിനും മുസ്ലിമുകൾക്കുമുള്ള ഇസ്സത്ത് ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് കൈക്കൂലിയെക്കുറിച്ച് പ്രധാനമായ ഒരു ഹദീസ്, ഒരു ആയത്തും മാത്രമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. പ്രധാനമായ ചില മുന്നറിയിപ്പുകൾ നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് കുറച്ചുകൂടെ പറയാണ്ടത് പറഞ്ഞിട്ട് പിന്നെ അഴിമതിയെക്കുറിച്ച്, കൈക്കൂലി കഴിഞ്ഞാൽ അഴിമതിയെക്കുറിച്ച് നമുക്ക് പറയണം. ഈ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമ്മളെ മക്കൾ നന്നാവുള്ളൂ, നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ, നമുക്ക് റാഹത്ത് ഉണ്ടാവുള്ളൂ. ഈ വളഞ്ഞ വഴിയിലൂടെ ഉദ്യോഗസ്ഥരിലേക്ക് തൊട്ടിയും കയറി ഇറക്കിയിട്ട് നിങ്ങൾ മുക്കിയെടുക്കാൻ നോക്കണ്ട എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ കാര്യം നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.